ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് എഗെയിൻ. അപ്പോൾ ആർക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ റാഗ്നറോക്ക് അതുപോലെ തന്നെ ഞാൻ നിങ്ങൾ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, കളിക്കുമ്പോൾ മറ്റേ പഴയതുപോലെ കളിക്കരുതെന്ന് പറഞ്ഞ എൻ്റെ അടുത്ത്. അതായത് എല്ലാം നോർമലിട്ട് കളിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും എല്ലാം നോർമലിട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഞാൻ നമ്മുടെ സ്റ്റാമിന 0 ആണ്, പിന്നെ അതുപോലെ തന്നെ ഡേ സർക്കിൾ സ്പീഡ് 0 ആണ്. അപ്പോൾ അത് രണ്ടും മാത്രം ഞാൻ ഒന്ന് 0 ഇട്ടിട്ടുണ്ട്. അതും ഞാൻ നോർമലായിട്ട് കളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, അതെന്തായാലും നമ്മൾ കളിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ മുതൽ നമ്മുടെ റാഗ്നറോക്ക് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ കാണുന്നവർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്തിലേക്ക്, അതുപോലെ തന്നെ സബ് ചെയ്തില്ലെങ്കിൽ സബ് ചെയ്യാൻ. നമുക്ക് കുറച്ചുകൂടി സബ് ഉണ്ടെങ്കിൽ നമുക്ക് 600 സബ്സ്ക്രൈബേഴ്സ് എത്തുന്നതായിരിക്കും. ലെറ്റ്സ് ഗോ. അപ്പോൾ ആദ്യം നമുക്കത് ആ പെട്ടികളുണ്ടല്ലേ, അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കണം, ഈ പെട്ടികൾ. അപ്പോൾ അതിനാദ്യം നമുക്ക് ക്രാഫ്റ്റിങ്ങിൽ നമ്മുടെ ഈ സാധനം പണിയണം. ഇതിന് സ്റ്റോണ് വിട്ട് താച്ചി. ഓക്കെ, സ്റ്റോണ് താഴത്തുനിന്ന് പിറക്കാം. ഓക്കെ, സ്റ്റോൺ ഇവിടെ നിന്ന് കിട്ടി. അയ്യോ, ഓക്കെ, സ്റ്റോണ് കിട്ടി. ഇനി താച്ചും വുഡും മതി. അപ്പോൾ താച്ചും വുഡും നമുക്കായിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. കുറച്ച് ലെവലപ്പ് വന്നിട്ടുണ്ട്, അത് നമുക്ക് പിന്നെ ചെയ്യാൻ കേട്ടോ. ആദ്യം നമുക്ക് ഈ ആവശ്യമുള്ള നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ. ലെറ്റ്സ് ഗോ ഗൈസ്. ഞാൻ ഒരു പ്രാവശ്യം റെക്കോർഡാക്കിയതാണ്, പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ പറഞ്ഞ് പതർച്ച വന്നു. അപ്പോൾ ഞാനത് റെക്കോർഡർ മാറ്റിയിട്ട് വീണ്ടും പക്ഷേ ആ ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്തതാണ്. കുറേ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ നാക്ക് വളവളൂന്നാവുന്നു. അപ്പോൾ ഞാൻ അത് മൊത്തത്തിൽ കട്ട് ചെയ്ത് കളഞ്ഞു. അതിൽ പിന്നെ കുറേ കട്ട് ചെയ്യേണ്ടി വരുമെന്ന്, അതാണ് എഡിറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര പാടാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ നിന്ന് ഈ സാധനം മൊത്തം പൊട്ടിച്ചെടുക്കട്ടെ. ഇതിൽ നിന്ന് എന്തൊക്കെ കിട്ടുമോ നോക്കട്ടെ. നമുക്ക് വാള് കിട്ടി. ഓക്കെ, അതെടുത്ത് വെക്കാം. പിന്നെ ഹാച്ചറ്റ് കിട്ടി. പിന്നെ ഈ അമ്പുമ്പില്ല് കിട്ടി, നമ്മുടെ ക്രോസ് ബോ. പിന്നെ ഈ പൈക്ക് ഇതും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ബാക്കിയുള്ളത് മൊത്തം എടുത്ത് കളയാം. ഓക്കെ, ഇതൊക്കെ എടുത്ത് കളഞ്ഞാലാ ഈ സാധനം ഇത് കളയാലേ. ഓക്കെ, ഇത് ഞാൻ എന്തായാലും മൊത്തം ഡ്രോപ്പ് ആകട്ടെ, ബാക്കിയൊന്നും നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ലെറ്റ്സ് ഗോ. അല്ലെങ്കിൽ അത് കളയണോ? ഇത് പക്ഷേ വലിയ ആവശ്യമില്ല, ഈ സ്കിന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. അത് കുഴപ്പമില്ല കേസ്, അതങ്ങ് പോട്ടെ. അപ്പോൾ നെക്സ്റ്റ് ഇനിയിപ്പോൾ ഈ സാധനം പൊട്ടിക്കണം. ഇവിടെ നിന്ന് തന്നെ ഫസ്റ്റ് നമുക്ക് കുറേ സാധനങ്ങൾ കിട്ടും. അപ്പോൾ ആവശ്യമുള്ള മാത്രം വെക്കുക. ഇതിനകത്തൊന്നും ആവശ്യമില്ല, ഇതെല്ലാം ഡ്രോപ്പ് ചെയ്യട്ടെ. നമുക്കൊന്നും ഇപ്പോൾ ആവശ്യമില്ല. അപ്പോൾ ഇത് നമുക്കിനി ഒരു ഇതും കൂടെ കിട്ടണം. അതായത് നമ്മുടെ മെറ്റൽ പിക്കാക്സ് ഇല്ലേ, ആ സാധനം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ സെറ്റാണ്. അതുകൊണ്ട് ഉണ്ടെങ്കിൽ അടിപൊളി. അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം സെറ്റായി. പിന്നെ നമുക്ക് വെറുതെ അതില്ലല്ലേ, ഷടാ ഗൈസ്, അത് മാത്രം കിട്ടില്ല, ബാക്കിയുള്ള എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും എടുത്ത് കളഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ അമ്പുമ്പില്ല് മാത്രം എടുത്ത് വെക്കാം. എവിടെ അമ്പുമ്പില്ല്? ഓക്കെ, അമ്പുമ്പില്ല് മൊത്തം ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ നമുക്കിനി ഇതെന്താ കഴിക്കുന്ന മഷ്റൂം നമ്മുടെ കയ്യിൽ ഇല്ല കേട്ടോ. ഇവൻ എന്തെങ്കിലും കഴിക്കുന്നുണ്ടാന്ന് നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇവനെ ടൈമാക്കാം. ഇവൻ പ്രൈം മീറ്റാണ്. മോഷോസിന് ഇപ്പോഴൊരു മാറ്റമില്ല, എല്ലാം ഇങ്ങനെ തന്നെയാണ് ഗൈസ്. അവിടെ ഒരു ഡ്രോപ്പ് വന്നു, നമുക്ക് നേരെ ആ ഡ്രോപ്പ് ആദ്യം എടുക്കുക. കഴിഞ്ഞ ആർക്കിനകത്തല്ല, കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോഴേക്കും ഇവിടെ നിന്നാണ് മറ്റേ കുറേ റാപ്റ്റർ കുട്ടൻസ് ഒക്കെ ചാടി വന്നത്. നമ്മൾ ഇതുവഴി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴേക്കും കുറേ റാപ്റ്റർ കുട്ടൻസ് നമ്മുടെ മേത്തോട്ട് ചാടി വന്നു. ഓക്കെ, നമുക്ക് എന്തായാലും ലെവലപ്പ് ആക്കാം. ആദ്യമേ സ്റ്റാമിന ഇപ്പോൾ നമുക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. നമുക്ക് വെയിറ്റ് മൊത്തം ഞാൻ വെയിറ്റ് കൂട്ടി ഗൈസ്. ലെറ്റ്സ് ഗോ. വെയിറ്റ് മതി ഇപ്പോൾ തൽക്കാലത്തേക്ക്, നമുക്ക് വെയിറ്റ് കൂട്ടാം. കാരണം പെട്ടെന്ന് വെയിറ്റ് ഫുള്ളാവുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്ഥലം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഇവിടെ ബേസ് വെച്ച് അങ്ങനെ ഉണ്ടാവും. പക്ഷെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുഴപ്പമില്ലല്ലേ, ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഇവിടെ വെച്ചിട്ട് ഇവിടെ അത്യാവശ്യം നല്ല സ്ഥലമാണ് ഗൈസ്. ഈ ഒരു ഭാഗം ഓക്കെ. നമുക്ക് എന്തായാലും ഈ ഭാഗത്ത് തന്നെ നമ്മുടെ ബേസ് ഒരെണ്ണം പണിയാം. അപ്പോൾ നമുക്ക് ഗൈസ്, പിന്നെ നമ്മുടെ സ്ട്രക്ചർ റെസിസ്റ്റൻസ് ഓഫാണ് കേട്ടോ. അത് നമ്മുടെ താച്ചിൻ്റെ ബേസൊക്കെ വെച്ചാലും ഏത് തന്നെ അടിച്ചാലും പൊട്ടൂല. അതൊക്കെ മാറ്റണമെങ്കിൽ പറഞ്ഞാൽ മതി, വേറെ അങ്ങനെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ കുറയും, അതുപോലെ തന്നെ എല്ലാം പഴയതുപോലെ തന്നെയാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ വിചാരിച്ച് അങ്ങനെ തന്നെ കളിക്കുക വിചാരിച്ചു അല്ലേ, അതന്നെ നല്ലത്. അപ്പോൾ ആദ്യം നമുക്ക് താച്ചിന് നമ്മുടെ സാധനങ്ങളൊന്ന് അൺലോക്ക് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം മറന്നുപോയി. താച്ചിൻ്റെ ഓക്കെ 1 2 3 ഇതെല്ലാം ഒന്ന് അൺലോക്ക് ആകട്ടെ. പിന്നെ നമുക്ക് ബെഡ് വേണം, റീസ്പോൺ ആവാൻ വേണം. അപ്പോൾ ബെഡ് അൺലോക്ക് ആക്കി. പിന്നെ നമ്മുടെ സ്പൈ ഗ്ലാസ് അത് അൺലോക്ക് ആക്കി. എന്താ ടെൻറ്റ് എന്താ അമ്പോ, ഇതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഈ റാഗ്നറോക്ക് മാപ്പിനകത്ത്. ഓരോ മാപ്പിനും ഓരോ ഇതിൻ്റേതായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫുഡ് കുക്ക് ചെയ്യാൻ ഇത് വേണം. ഓക്കെ, പിന്നെ നമുക്ക് ഡ്രസ്സ് വേണ്ടേ, അപ്പോൾ അത് ക്രാഫ്റ്റ് ചെയ്യാം. അത് മൊത്തത്തിൽ അൺലോക്ക് ആക്കാം. ഗൈസ്, നമ്മുടെ എൻഗ്രാം പോയിൻറ്റ്സ് തീർന്നട്ടാ. കുഴപ്പമില്ല, ഉണ്ടല്ലോ എൻഗ്രാം പോയിൻറ്റ്സ്. നമുക്ക് ഹെൽത്ത് ഒരെണ്ണം കൂട്ടാം. പിന്നെ സ്റ്റാമിന ഫുഡും വാട്ടറും ഒരെണ്ണം കൂട്ടാം അല്ലേ. ഫുഡും വാട്ടറും ഒരെണ്ണം വെച്ച് കൂട്ടിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് ഇതൊക്കെ എന്താ ബൂമറാങ്ങാ, ഇതെന്താ സാധനം ഗൈസ്? ഇതിനകത്ത് കുറേ ഉണ്ടല്ലേ.
നമ്മളൊരു പൊളി പൊളിക്കും മിക്കവാറും. ഇതൊക്കെ മറ്റേ വേറൊരു മാപ്പിനാണ് കേട്ടോ. അത് ഈ അടി ലേൺ ഓൺ ജീനസ് മാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ജീനിയസ് എന്നാണത്. ഓക്കെ ഗേസ്, അപ്പോൾ നമുക്ക് സ്റ്റോൺ ആരോ വേണം, അത് അൺലോക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ ബോലൊക്കെ അൺലോക്ക് ആക്കണേക്കാളും മുന്നേ നമ്മുടെ ഡ്രസ്സിൻ്റെ ബാക്കി ഗേസ് സോൾട്ട്, പ്രിസർവിങ് സോൾട്ട്, ഇതൊക്കെ ഏതായത് കുറേ പുതിയ സാധനങ്ങളുണ്ട്. എല്ലാം നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ പിന്നെന്താ വേണ്ടത്? ബാക്കിയെല്ലാം നമ്മൾ അൺലോക്ക് ആക്കില്ല. മോട്ടറാൻ ബെസ്റ്റിൽ വേണം, സ്പാർക്ക് പൗഡർ, നാർക്കോട്ടിക്സ്, പിന്നെന്താ, പിന്നെ ഒന്നുമില്ല, ബോല വേണം. ഓക്കെ ഗേസ്, അങ്ങനെ മൊത്തം ഞാൻ അൺലോക്ക് ആക്കിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒരു കുട്ടി വീട് പണിയാം. നമുക്ക് ഒരു കുട്ടി വീട് അത്യാവശ്യമാണ്. അപ്പോൾ ഫൈബർ, താച്ച് വുഡ്, ഇത്ര ഐറ്റംസ് മതി. ലെറ്റ്സ് ഗോ. അയ്യോ, നമുക്ക് പിക്കാക്സിലല്ലേ. ഓ ഗേസ്, താച്ച് കളക്ട് ആക്കാൻ കുറച്ച് ടാസ്ക് ആണ്. അപ്പോൾ പിക്കാക്സിന് സ്റ്റോൺ, താച്ച് വുഡ് വേണം. ഓക്കെ ഗേസ്, അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ നിന്ന് കുറച്ച് താച്ചും വുഡും കളക്ട് ചെയ്യുന്നു. നമ്മുടെ ഇത് ഫുള്ളായിട്ടാ. ഒരു മിനിറ്റ്, ഡ്രോപ്പ് ചെയ്തു. നമുക്കിനി സ്റ്റോൺ വേണം ഗേസ്. ആദ്യം നമുക്കൊരു സ്റ്റോറേജ് ബോക്സ് വേണ്ടത് നോക്കാം, അതാണ് നല്ലത്. പെട്ടെന്ന് നമ്മുടെ ഇത് ഫുള്ളാവുന്നുണ്ട്. സ്റ്റോറേജ് ബോക്സ് അതിന് എൻഗ്രാം പോയിൻറ്റ്സ് ഇല്ല എല്ലാത്തിനും. ഉണ്ടല്ലോ ഇതാ. ഇനി നമുക്ക് എന്ത് കൂട്ടണം? മൂവ്മെൻറ്റ് സ്പീഡ് 2 കൂട്ടാം. ഓക്കെ, ഞാനപ്പോൾ ഒരു സ്റ്റോറേജ് ബോക്സ് ഇവിടെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്രാഫ്റ്റ് 1. ഓക്കെ ഗേസ്, അപ്പോൾ ഞാൻ നമ്മുടെ സ്റ്റോറേജ് ബോക്സ് ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ അവിടെ ഒരു ഡ്രോപ്പ് വന്നു. നമുക്ക് എന്തായാലും ആ ഡ്രോപ്പ് എടുത്തിട്ട് വരാം. അപ്പോൾ സ്റ്റോറേജ് ബോക്സ് ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, നമ്മളങ്ങനെ നമ്മുടെ സ്റ്റോറേജ് ബോക്സ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാം എടുത്ത് മാറ്റട്ടെ, നമ്മുടെ വുഡ് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റട്ടെ. ഓക്കെ ഗേസ്, അപ്പോൾ ഞാനൊന്ന് വേഗം നമ്മുടെ ആ ഡ്രോപ്പ് പോടാ. ഇല്ല, ഇത് അവിടെ ഉണ്ട് ഗേസ്. അപ്പോൾ ഞാൻ പോയിട്ട് ആ ഡ്രോപ്പ് ഒന്ന് എടുത്തിട്ട് വരട്ടെ. മിക്കവാറും അതിനകത്ത് വല്ല നല്ല സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് പോയി ഡ്രോപ്പ് എടുക്കാം. ലെറ്റ്സ് ഗോ ഗേസ്. അപ്പോൾ വീഡിയോ കാണുന്നവർ ഇപ്പോഴും ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. കുറച്ചും കൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് 600 സബ്സ്ക്രൈബേഴ്സ് എത്താൻ പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് ആഞ്ഞു പിടിച്ചാൽ നമുക്ക് പെട്ടെന്ന് എത്താം. ഇത് എങ്ങനെ കയറും നമ്മളിപ്പോൾ? ഇതുവഴി കയറാൻ പറ്റൂലെന്ന് തോന്നുന്നു ഗൈസ്. ഇതുവഴി കയറാൻ പറ്റില്ല കേട്ടോ, വേറെ വഴിയേ പോകണം. നമ്മൾ കറങ്ങി പോകേണ്ടി വരും. വെള്ളച്ചാട്ടം വരെ സ്ഥലം നോക്കിയത് എവിടെ നിന്ന് ഒഴുകി തന്നെ ആവും. നോക്കണം നമുക്ക് എന്തായാലും. പിന്നെ ഇതിൻ്റെ മുകളിൽ കൂടെ കയറാൻ പറ്റുമോ? ഇതിലേക്ക് കയറാൻ പറ്റൂട്ടാ ഗൈസ്. അതിൻ്റെ മുകളിലാണ് നമ്മൾ മറ്റേ കാർച്ചലല്ല അലോസോർ സൈന്യം കണ്ടത്. കുറേ സാധനങ്ങളുണ്ട് ഇതിനകത്ത് കാണാനും. നമ്മളിപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. പതിയെ എല്ലാം നമുക്ക് സെറ്റാക്കണം. ഇത് എടുക്കാൻ പറ്റുമോ ഗൈസ്? ഇത് എടുക്കാൻ പറ്റില്ല തോന്നട്ടാ. നമ്മൾ ലെവൽ 45 ആവണോ അല്ലേ? അതൊക്കെ മറന്നിരിക്കണേ. ലെവൽ നമ്മൾ 45 ആവണം. അപ്പോൾ ഗൈസ്, ഞാനൊന്ന് പോയിട്ട് നമ്മുടെ പിക്കാക്സും സാധനങ്ങളൊക്കെ ഒന്ന് ക്രാഫ്റ്റ് ചെയ്യട്ടെ. പിന്നെ താച്ച് വുഡ് എല്ലാം ഒന്ന് ക്രാഫ്റ്റ് ആക്കണം. അപ്പോൾ ഹെൽത്ത് പോയി. അതിനകത്ത് ശോകമാണ്. മറ്റേനാണെങ്കിൽ ചാടിക്കാൻ ഹെൽത്തൊന്നും പോയില്ലായിരുന്നു ഗൈസ്. അപ്പോൾ ഞാനൊന്ന് വേഗം പോയിട്ട് എൻ്റെ പിക്കാക്സ് ഒന്ന് ക്രാഫ്റ്റ് ആകട്ടെ. പിക്കാക്സ് ക്രാഫ്റ്റ് ആക്കാൻ എന്തൊക്കെ വേണ്ടത്? സ്റ്റോൺ കൂടെ മതി. സ്റ്റോൺ ഇവിടെ നിന്ന് കിട്ടുമല്ലോ. കിട്ടി. ഓക്കെ, സ്റ്റോൺ ആയിട്ടുണ്ട്, താച്ചും ആയിട്ടുണ്ട്, എല്ലാം ആയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. ഇനി ഇവിടുത്തെ മരങ്ങൾ മൊത്തം നമ്മൾ മുറിച്ചെടുക്കണം, എല്ലാം മുറിച്ചെടുക്കണം. എന്നിട്ട് വേണം നമ്മുടെ താച്ച് ബേസ് പണിയാനായിട്ട്. അപ്പോൾ താച്ച് കുറച്ചെടുത്തിട്ടുണ്ട്. ഇതിനെന്താ വേണ്ടത്? വുഡ് വേണം. അപ്പോൾ വുഡ് നമ്മളെടുത്തു, ക്രാഫ്റ്റ്. ഓക്കെ, നമ്മുടെ പിക്കാക്സ് അങ്ങനെ ക്രാഫ്റ്റ് ആയിട്ടുണ്ട്. അതെടുത്ത് ഹോൾബാൽ ഇടുന്നു. എന്നിട്ട് നമ്മൾ ആദ്യം പോയിട്ട് താച്ച് കളക്ട് ചെയ്യട്ടെ. കുറേ താച്ച് വേണം. കണ്ടമാനം താച്ച് നമുക്ക് കളക്ട് ആക്കണം കേട്ടോ. നമുക്ക് വെയിറ്റ് കൂട്ടാം. വെയിറ്റ് ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് എവിടെ? വെയിറ്റ് കൂട്ടിയിട്ടുണ്ട്. 4 ലെവലപ്പായിട്ടാ. മൊത്തം ഞാൻ വെയിറ്റ് കൂട്ടി ഗൈസ്. 360 ആക്കണം നമ്മുടെ വെയിറ്റ്. അതാണ് നമുക്ക് ആദ്യമേ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാം ആയി എന്നാണ് തോന്നുന്നത്. നമുക്ക് പതിയെ നമുക്ക് നമ്മുടെ താച്ച് ബേസ് പണി തുടങ്ങാം. അപ്പോൾ ഒരു 6 എണ്ണം പണിയണം ആദ്യമേ. അപ്പോൾ താച്ച് മൊത്തം എടുത്തു, പിന്നെ നമ്മുടെ വുഡ് എടുത്തു, പിന്നെ ഫൈബർ എടുത്തു. എത്ര പണിയാൻ പറ്റും? 16 എണ്ണം വേണ്ട, നമുക്കൊരു 9 എണ്ണം പണിയാലേ. ഓക്കെ ഗൈസ്, അപ്പോൾ ഒരു 9 എണ്ണം ഞാൻ ഒന്ന് വേഗം പണിയട്ടെ. ഓക്കെ, ഒരു 9 എണ്ണം ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഡോറ്, പിന്നെ ഡോർ ഫ്രെയിം, പിന്നെ മൊത്തം മതിലിന് എത്ര? 20 മതിൽ പണിയണോ? 20 എണ്ണം വേണോ? കുഴപ്പമില്ല, 20 എണ്ണം ക്രാഫ്റ്റ് ആവട്ടെ. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് വേഗം ഇത് ക്രാഫ്റ്റ് ആക്കിയിട്ട് വരാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ഫുള്ള് നമ്മൾ പണിതിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ മഴക്കാരൊക്കെ ഉണ്ട്. മിക്കവാറും ഇപ്പം തന്നെ മഴ പെയ്യും, കറണ്ടും പോവും, എൻ്റെ ഫോൺ ഹീറ്റാവും. അപ്പോൾ ഞാൻ വേഗം നമ്മുടെ ബേസ് ഒന്നും ഇവിടെ വെക്കട്ടെ. നമുക്ക് ഈ കറക്റ്റ് വെള്ളച്ചാട്ടത്തിന് അടുത്തായിട്ട് വെക്കാം. അതാകുമ്പോൾ സൂപ്പറായിരിക്കും. നമുക്കിനി ഇത് പണിയണം, സ്റ്റെപ്പ് കൂടെ പണിയാനുണ്ട്. അപ്പോൾ 1, ഇനി ഒരെണ്ണം അപ്പർ സൈഡ് വെക്കണം. 2, ഇത് കറക്റ്റ് നമ്മൾ നോക്കി വെക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ നിൽക്കില്ല. 3, ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ നമ്മൾ വീണ്ടും പണിയറിയാണ്ട്. 1, ഇനിയിപ്പോൾ ഒരു 2 എണ്ണം കൂടെ വെച്ചാൽ ഇവിടുത്തെ കഴിയും. 2, 3, 1, 2, 3. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ തറപണി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഡോറ് പണിയണം. അപ്പോൾ ഡോറ് നമുക്ക് ഈ ഒരു മൂലക്കെ പണിയാം. ഓക്കെ, ഡോർ ഫ്രെയിം അത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡോറ് വെക്കണം. നമ്മൾ ഡോറും അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ സാധനം ഇതെടുത്ത് ഹോട്ട് ബാറിട്ട് വെക്കട്ടെ.
ഇനി നമ്മുടെ മതിൽ കുറേ വെക്കണം. 20 മതിൽ ഞാൻ പണിതിട്ടുണ്ട്. 20 തികയുമായിരിക്കുമല്ലേ? അത് നോക്കി പണിതാണ്. ചിലപ്പോൾ തികഞ്ഞില്ലെങ്കിലോ? നോക്കാം, തികയുമായിരിക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു ഇത് വന്നത് ഗൈസ്. പിന്നെ ഇത് ഫസ്റ്റ് എപ്പിസോഡാണ്. ഇതിനകത്ത് എപ്പോഴും പറയാനുള്ള പോലെ തന്നെ നമ്മളൊരു ബേസ് വെക്കുന്നു, അതും അങ്ങനത്തെ പരിപാടീസൊക്കെ ആയിക്കോളൂ. നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങൾ, വീടിനകത്തുള്ള സാധനങ്ങൾ അതൊക്കെ പണിയുന്നു, അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയിക്കോളൂ. ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ടൈമിംഗ് എന്തായാലും ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, നമുക്കിനി ഒരു 3 കൂടെ മതി. 1, 2, 3. ഓക്കെ, ഒരു 3 കൂടെ പണിത് തന്നെ നമ്മുടെ പണി അങ്ങനെ തീരും. അപ്പോൾ ഒരു 3 കൂടെ ഞാൻ വേഗം പണിയട്ടെ. എന്താ വേണ്ടതിന് പണിയാനായിട്ട് നോക്കട്ടെ. ഇതിന് വുഡ് വേണം. ഓക്കെ, വുഡ് ഉണ്ടല്ലോ. 1, 2, 3. അയ്യോ, ഇനി ഫൈബർ വേണം തോന്നട്ടാ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ 3 കൂടി നമ്മൾ പണിതിട്ടുണ്ട്. നമുക്കിനി ഇതും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട് പണി ഏകദേശം കഴിയും. ഓക്കെ, ഇനിയിപ്പോൾ 3 1, 2, 3. ഓക്കെ ഗൈസ്, അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി മുകളിൽ മറ്റേ മേൽക്കൂര പണിയണം. അതിന് ഞാൻ എന്തൊക്കെ വേണം നോക്കട്ടെ. അതൊരു 9 പണിയാണ്. ഇപ്പോൾ 6 പണിയാൻ പറ്റുള്ളൂ. അയ്യോ, സ്റ്റെപ്പ് അൺലോക്ക് ആക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വെയിറ്റാണ് ഇപ്പോൾ ഞാൻ കൂട്ടാൻ പോകുന്നത്. പിന്നെ മിക്കവാറും ഞാനിതൊക്കെ ഈ സ്റ്റാറ്റ്സ് മാറ്റും കേട്ടോ. ഞാൻ നോക്കിയിട്ട് പിന്നെ ആവശ്യമുള്ള നോക്കി സ്റ്റാറ്റ്സ് ആക്കും ഞാൻ. അപ്പോൾ വുഡൻ സ്റ്റെയർ വുഡൻ സ്റ്റെയർ കിട്ടിപ്പോയി. ഇത് 1 പണിയണം. ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ അൺലോക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ അകത്ത് വേണ്ട സാധനങ്ങൾ പണിയണം. അതാണ് നെക്സ്റ്റ് പരിപാടി. അപ്പോൾ ഇതെന്താ ടൂർ ഇങ്ങനെ ഇരിക്കുന്ന? കുഴപ്പമില്ലല്ലേ? ഇതിപ്പോഴും പണിത് തീർന്നില്ലേ? മേൽക്കൂര മുകളിലുള്ള സാധനം. ഓക്കെ, അതങ്ങനെ പണിത് കഴിഞ്ഞു. അകത്തോട്ട് കയറട്ടെ. സ്റ്റെപ്പൊക്കെ വെച്ചിട്ട് കയറണം. സ്റ്റെപ്പ് വെച്ചാൽ ഈ ചാടിക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ മേൽക്കൂര 1, 2, 3. ഇനി ഒരു 3 കൂടെ പണിയാം. നമ്മൾ 6 മാത്രമേ നമ്മൾ പണിതിട്ടുള്ളൂ. ഇനി ഒരു 3 കൂടെ പണിത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തീരും. ഇനി എന്തൊക്കെ വേണ്ടെന്ന് നോക്കട്ടെ കേട്ടോ. ഇതിനകത്ത് എന്തൊക്കെ വേണം? ഫൈബർ കൂടെ മതി. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് കുറച്ച് ഫൈബർ എടുക്കാം. ഫൈബറിനാണോ പഞ്ഞ? ഇവിടെ കുറേ ചെടികളുണ്ട്. ഇതിൽ നിന്ന് എടുത്ത് തന്നെ നമുക്ക് കുറേ ഫൈബർ കിട്ടും. ഓക്കെ, നമുക്ക് ഫൈബർ കിട്ടി. ഇനി ഒരു 3 കൂടെ. 1, 2, 3. ഓക്കെ, ഇനി നമുക്ക് സ്റ്റെപ്പ് പണിയണം. അതിനെന്താ വേണ്ടത്? സ്റ്റെപ്പ് പണിയാൻ മിക്കവാറും വുഡായിരിക്കും. ഒരു അടി കൊടുക്കുമ്പോഴേക്കും നമുക്കൊരു വുഡ് കിട്ടും. ഓക്കെ, നമുക്കങ്ങനെ വുഡ് കിട്ടിയിട്ടുണ്ട്. നമ്മൾക്കിനി സ്റ്റെപ്പ് കൂടെ പണിയാം. ഓക്കെ, ഞങ്ങൾ സ്റ്റെപ്പ് കൂടെ പണിതിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. നമുക്ക് എന്തായാലും വെയിറ്റ് കൂട്ടണോ? നമുക്ക് മൂവ്മെൻറ്റ് സ്പീഡ് കൂട്ടണോ? വെയിറ്റ് കൂട്ടണോ? വെയിറ്റ് ഒരു 300 ആക്കി വെക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ വെയിറ്റ് നമ്മൾ ഒരു 300 ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ സ്റ്റെപ്പ് ആദ്യം വെക്കാം. എന്നിട്ട് നമുക്ക് മേൽക്കൂര വെക്കാം കേട്ടോ. പിന്നെ നമുക്ക് വലിയ സ്റ്റോറേജ് ബോക്സ് പണിയണം. അതും കൂടെ പണിയാം. ഓക്കെ, നമ്മൾ സ്റ്റെപ്പ് വെച്ചു. താച്ചിൻ്റെ ബേസും പിന്നെ നമ്മുടെ വുഡിൻ്റെ സ്റ്റെപ്പും. സൂപ്പർ. താച്ചിൻ്റെ സ്റ്റെപ്പ് വേണമായിരുന്നു. അങ്ങനെ സെറ്റായിരുന്നു കേട്ടോ. ഓക്കെ ഗൈസ്, അങ്ങനെ ആ പണി നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഒരു സ്റ്റോറേജ് ബോക്സ് പണിയണം. അപ്പോൾ വീണ്ടും ലെവലപ്പ് വന്ന് നമുക്ക് 300 അല്ലേ? ഞാൻ എന്തായാലും ഇപ്രാവശ്യം ഹെൽത്ത് കൂട്ടണോ മൂവ്മെൻറ്റ് സ്പീഡ് കൂട്ടണോ? ഞാൻ മൂവ്മെൻറ്റ് സ്പീഡ് കൂട്ടാം. ഓക്കെ, ഞാൻ എന്തായാലും മൂവ്മെൻറ്റ് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. നമുക്കിനി സ്റ്റോറേജ് ബോക്സ് വെക്കണം. മറ്റേ വലിയ സ്റ്റോറേജ് ബോക്സില്ലേ ഗൈസ്? ആ സാധനം വെക്കണം. അതിപ്പോൾ എവിടെയെന്ന് കിട്ടിപ്പോയി ഗൈസ്, നമ്മുടെ വലിയ സ്റ്റോറേജ് ബോക്സ്. അയ്യോ. ഓക്കെ, നമ്മുടെ ലാർജ് സ്റ്റോറേജ് ബോക്സ് നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇത് ഒരു 2-3 പണിത് വെക്കണം. കാരണം ആവശ്യം വരും ഇത്. ഇതിനെന്താ വേണ്ട? ഇനി താച്ച് വേണം. ഓക്കെ, താച്ച് ഇവിടെ കുറേ ഉണ്ട്. ഇവിടുത്തെ മരം മിക്കവാറും ഞാൻ മൊത്തം വെട്ടി തീർക്കും കേട്ടോ. ഇവിടെ കിളികൾ കരയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ട് കേൾക്കാതിരിക്കാൻ ഞാൻ കുറച്ചുകൂടെ ഒച്ചയിൽ സംസാരിക്കൽ. ഓക്കെ, നമുക്കങ്ങനെ താച്ചായിട്ടുണ്ട്. നമുക്കൊരു 3 എത്ര പണിയാൻ പറ്റും നോക്കട്ടെ ആദ്യമേ. ഓക്കെ, 3 കറക്റ്റ് 3 കേട്ടോ. ഞാൻ എന്തായാലും നമ്മുടെ മൂവ്മെൻറ്റ് സ്പീഡ് ഹെൽത്ത് കൂട്ടാം. ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ നമ്മുടെ സ്റ്റോറേജ് ബോക്സും പണി അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഫസ്റ്റ് എപ്പിസോഡ് എന്തായാലും ഞാൻ ഫുള്ള് എൻ്റെ വീടിൻ്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ഫുഡിനുള്ളതും അത് വെള്ളത്തിൻ്റെ എല്ലാം സെറ്റ് ചെയ്യണം. എന്നിട്ടേ ഞാൻ തുടങ്ങുന്നുള്ളൂ. കാരണം എല്ലാ എപ്പിസോഡിനകത്തും ഞാൻ മര്യാദക്ക് ചെയ്യലില്ല. ഇത് ഒരു മെനക്ക് ചെയ്യലില്ല. ഞാൻ ഒന്ന് FPP ആക്കട്ടെ. ഓക്കെ, നമുക്കിനി ഓരോന്നും ഇവിടെ അടക്കി വെക്കണം. നമ്മുടെ സ്റ്റോറേജ് ബോക്സ് ഓരോന്നും ഇവിടെ അടക്കി വെക്കണം. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മറ്റൊരു സാധനം പണിയാനില്ല, അത് പണിയണം. പിന്നെ ടേബിൾ പണിയണം. കുറേ സാധനങ്ങൾ പണിയാനുണ്ട്. ലെറ്റ്സ് ഗോ. അങ്ങനെ ആ പണി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ മറ്റേ സാധനങ്ങളൊക്കെ എടുത്ത് ഇതിനകത്തോട്ട് വെക്കാം. എന്നിട്ട് ആ സ്റ്റോറേജ് ബോക്സ് പൊട്ടിച്ചളയാം. ഇവിടെ നിന്നെല്ലാം എടുത്തിട്ട് ഇവിടെ ഒന്നും ഇല്ലല്ലോ എടുക്കാനായിട്ട്. ഇതപ്പോൾ ഡിമോളിഷ്. ലെറ്റ്സ് ഗോ. ഇനി ബാക്കി സാധനങ്ങൾ മൊത്തം നമുക്ക് നമ്മുടെ ഈ സ്റ്റോറേജ് ബോക്സിൽ വെക്കണം. റിസോഴ്സ് ഒരെണ്ണത്തിൽ അങ്ങനെ ഓരോന്നാക്കി നമ്മൾ കഴിഞ്ഞ സീരീസ് ചെയ്തതുപോലെ തന്നെ റിസോഴ്സ് എല്ലാം ഒരെണ്ണത്തിൽ, പിന്നെ ഫുഡെല്ലാം ഒരെണ്ണത്തിൽ, നമ്മുടെ അമ്പുബില്ലെല്ലാം ഒരെണ്ണത്തിൽ, അങ്ങനെ ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് പണിയേണ്ടത് നമ്മുടെ ഒരു ടേബിൾ പണിയണം. അപ്പോൾ ടേബിൾ നോക്കട്ടെ. ഓക്കെ, നമ്മുടെ വുഡൻ ടേബിൾ അതങ്ങനെ അൺലോക്ക് ആക്കി. ഇതിന് മെറ്റൽ വേണം കേട്ടോ. മെറ്റലാണ് കുറച്ച് ശോകം, കിട്ടാൻ ഭയങ്കര പാടാണ് മെറ്റൽ. അപ്പോൾ ഞാൻ ഒന്ന് നോക്കട്ടെ. ഇവിടെ കല്ലുണ്ട്. കല്ല് കുത്തിക്കാനും മിക്കാറും കിട്ടും. നോക്കട്ടെ. കല്ലിന്ന് കിട്ടിയാൽ വെക്കാം. ഒരു മെറ്റലൊക്കെ ഗൈസ് കിട്ടുന്നത് കുറവാണ് കേട്ടോ. മെറ്റൽ കിട്ടും. നമുക്ക് മെറ്റൽ പിക്കാക്സ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയാണ്. ഇത് ഭയങ്കര കുറവാണ് കിട്ടൽ. ഫ്ലിൻ്റ് കൂടുതലും കിട്ടൽ. ഫ്ലിൻ്റ് സ്റ്റോണ് അതാണ് കൂടുതൽ കിട്ടൽ. അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ കല്ല്.
ഈ വെള്ളത്തിലെ കല്ലിൽ നിന്ന് നല്ലോണം കിട്ടും. നമ്മുടെ പഴയ ആർക്കിനകത്ത് ഇങ്ങനെയാണ്, വെള്ളത്തിലെ ഇത് കൊത്താനും പറ്റുന്നില്ല. വെള്ളത്തിലെ കല്ലിൽ നിന്നില്ലേ നല്ല രീതിക്ക് നമ്മുടെ മെറ്റൽ കിട്ടും. അതങ്ങനെയാണ്, പഴയ ആർക്ക് മുതൽ അങ്ങനെ തന്നെയാണ്. നമുക്ക് എത്ര മെറ്റൽ വേണം നമുക്ക് ഇത് പണിയാൻ നോക്കട്ടെ. 12 ഒരെണ്ണോട് മതി ഗൈസ് നമ്മുടെ മെറ്റൽ. ഓരോ കിട്ടിയാൽ ഓക്കെ ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ നമ്മുടെ മെറ്റലായിട്ടുണ്ട്. ഇപ്പോൾ വെയിറ്റ് പെട്ടെന്ന് ഫുള്ളാവണോണ്ടേ എല്ലാം സ്റ്റോറേജ് ബോക്സിൽ അപ്പം ഇട്ട് വെക്കണം. അപ്പോൾ ഇതിനകത്ത് ഇട്ട് വെക്കട്ടെ. ഓക്കെ ഗൈസ്, അങ്ങനെ ഇത് മൊത്തം ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. നമുക്കിനി വുഡ് കൂടെ മതി. അപ്പോൾ ഞാൻ പോട്ട് ഒരു വെട്ടി തന്നെ വുഡ് കിട്ടും, അതുകൊണ്ട് കുഴപ്പമില്ല. ലെറ്റ്സ് ഗോ. അങ്ങനെ നമുക്ക് വുഡും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്കൊരു 134 വുഡ് കിട്ടി. 100 വുഡ് മതി നമുക്കിത് പണിയാനായിട്ട്. അയ്യോ, നമുക്ക് ഇനിയും വേണം വുഡ് ഗൈസ്. നമുക്കേ മറ്റേ എന്താണ് 2 അത് നമുക്ക് പിന്നെ പണിയാം. നമുക്ക് 2 ടേബിൾ വേണം ഗൈസ്. ഒരെണ്ണം ഫുഡിൻ്റെ വെക്കാനും പിന്നെ ഒരെണ്ണം നമ്മുടെ ഇത് വെക്കാനും മോട്ടർ ബേസിൽ വെക്കാനും. അപ്പോൾ സ്റ്റോൺ എടുത്തു, നമ്മുടെ ഇത് പണിതു ക്രാഫ്റ്റ്. ഇനിയിപ്പോൾ ഇതിനെന്താ വേണ്ടത്? ഇതിന് ഹൈഡ് സ്റ്റോണും. ഹൈഡ് നമുക്ക് കുഴപ്പമില്ല, ഇവിടെ ഒരു ജീവി നടക്കുന്നുണ്ടല്ലോ നമ്മുടെ ആമക്കുട്ടൻ, അതിനെ തീർത്താനും നമുക്ക് അത്യാവശ്യം ഹൈഡ് കിട്ടും. പിന്നെ നമ്മുടെ കുട്ടിയോടെ ഉണ്ട്, അപ്പോൾ അതിനെ കൂടെ തീർത്താനും നമുക്ക് നല്ലോണം ഹൈഡ് കിട്ടും. അപ്പോൾ ആദ്യം എവിടെ കുട്ടിയോടെ തന്നെ തീർക്കാമല്ലേ ഗൈസ്, ഇതിനെ തന്നെ തീർക്കാം. അയ്യോ, ഇത് കൊണ്ടില്ല കേട്ടോ. ഞാനൊന്ന് FPP ആക്കട്ടെ. FPP ആക്കി അടിച്ചാൽ പെട്ടെന്ന് ഉള്ളൂ. ഓക്കെ, ഒരെണ്ണം കൊണ്ടിട്ടുണ്ട്. ഇത് തന്നെ തിരിച്ച് സെറ്റാക്കിയാൽ മതി. ലെവൽ 90 ഗൈസ്. ഓക്കെ, അങ്ങനെ അതിനെ ഞാൻ തീർത്തിട്ടുണ്ട്. നമുക്കിനി ഇവൻ്റെ നിന്ന് കുറച്ച് ഹൈഡ് കളക്ട് ചെയ്യാം. എത്ര ഹൈഡ് വേണം? ഒരു 190 ഹൈഡ് ഉണ്ട്. ഇത്ര മതി അല്ലേ? ഇത്ര മതിയാവുമായിരിക്കും. നോക്കട്ടെ, ഒരു 3 എണ്ണം പണിയണം നമുക്ക്. നമ്മുടെ ഇവനില്ലേ മോട്ടർ ബേസിൽ ഒരു 3 എണ്ണം പണിയണം. മീറ്റ് നമുക്ക് ഇപ്പുറത്തിലിട്ട് വെക്കാം. മീറ്റ് ഇതിനകത്ത് കിടക്കട്ടെ, അതാകുമ്പോൾ പിന്നെ സ്പോയിലായിക്കോളും മീറ്റ്. പിന്നെ നമുക്ക് എന്താ വേണ്ടത്? മെറ്റൽ സ്റ്റോണല്ലേ വേണ്ടത് ഗൈസ് ഇത് പണിയാനായിട്ട്. നോക്കട്ടെ, സ്റ്റോൺ വേണം. അപ്പോൾ സ്റ്റോൺ മൊത്തത്തിലെടുത്തു. എത്ര പണിയാൻ പറ്റും? 2 എണ്ണം പറ്റുള്ളൂ. തൽക്കാലം ഇപ്പോൾ 2 എണ്ണം മതി. ഇനി നമുക്ക് ബെഡ് പണിയണം. ബെഡ് പണിയാൻ കുറേ സാധനം വേണം കേട്ടോ. വേണ്ട, ബെഡിനുള്ളതെല്ലാം ഉണ്ട് ഇവിടെ തന്നെ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഒരു ബെഡ് കൂടി പണിതിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. അങ്ങനെ മൊത്തം പണികൾ നമ്മൾ തീർത്തു. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. അപ്പോൾ അതിനൊരു സാധനം പണിയണം. നമ്മുടെ ഫുഡ് കുക്ക് ചെയ്യാനായിട്ടൊരു സാധനം പണിയാനുണ്ട്, ക്യാമ്പ് ഫയർ. അതുകൂടെ പണിതനാൽ നമ്മുടെ പരിപാടി തീരും. ബെഡ് നമുക്ക് ഇവിടെ തന്നെ വെക്കാമല്ലേ? ഇവിടെ തന്നെ ബെഡ് വെച്ചേക്കാം, കുഴപ്പമില്ല. നമ്മുടെ ഈ സാധനത്തിൻ്റെ അടുത്ത് തന്നെ ബെഡ് ഇരിക്കട്ടെ. ഓക്കെ ഗൈസ്, അങ്ങനെ ബെഡും ഞാനിവിടെ വെച്ചിട്ടുണ്ട്. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ കിടന്നുറങ്ങാം. ഓക്കെ, നമ്മൾ ബെഡും അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്യാമ്പ് ഫയർ. ലെറ്റ്സ് ഗോ. ക്യാമ്പ് ഫയർ പണിയാൻ എന്തൊക്കെ വേണം? ഇതാണല്ലോ. ഓക്കെ, ക്യാമ്പ് ഫയർ നമ്മൾ അൺലോക്കാണ്. ഫ്ലിൻറ്റ് കൂടെ മതി. അപ്പോൾ ഒരു 2 എണ്ണം ഒരെണ്ണം മതിയല്ലേ? ക്യാമ്പ് ഫയർ നമുക്ക് ഒരെണ്ണം മതി. നമ്മൾ കുറച്ച് കഴിയുമ്പോഴേക്കും വേണ്ട 2 എണ്ണം ഇരിക്കട്ടെ. ഫുഡ് പെട്ടെന്ന് കഴിയും ഞാൻ നല്ലോണം ഫുഡ് കഴിക്കും. എത്ര പണിയെടുത്തല്ലേ, അപ്പോൾ നല്ലോണം ഫുഡ് ഞാൻ കഴിക്കും. ഓക്കെ, നമ്മുടെ ക്യാമ്പ് ഫയറും അങ്ങനെ പണി കഴിഞ്ഞിട്ടുണ്ട്. അത് എവിടെ വെക്കും? അത് നമുക്ക് ഇപ്പുറം വെക്കാം. ഇവിടെ നമുക്ക് ക്യാമ്പ് ഫയർ പുറത്ത് വെക്കാം ഗൈസ്, അതാണ് നല്ലത്. പുറത്ത് ഇവിടെ വെക്കാം ക്യാമ്പ് ഫയർ. ഇത് അത്യാവശ്യം നല്ല കിടിലൻ ലൊക്കേഷനാണല്ലേ. നമ്മുടെ ഈ നമ്മളിപ്പോൾ ബേസിച്ചേക്കുന്ന സ്ഥലം ഇല്ലേ, അത്യാവശ്യം അടിപൊളി ലൊക്കേഷനാണ്. ഇവിടെ വെള്ളച്ചാട്ടം, ഇവിടെ അരുവി. ഗൈസ്, ഇവൻ ഒരു കില്ലായിട്ട് സാധനമാണ്. ഇവനെ നമുക്ക് ടീമാക്കാൻ പറ്റുമോ നോക്കാം. ഇവനൊന്നില്ലെങ്കിൽ ബാറ്റ് അടിക്കണം, അല്ലെങ്കിൽ ഇവൻ വീണിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവന് ഫുഡ് ഇട്ട് കൊടുക്കണം. ഫുഡ് നമ്മുടെ ഉണ്ടല്ലോ, മെജോബറി ഉണ്ടല്ലോ കുറച്ച്. നോക്കട്ടെ, അത് ഇട്ട് കൊടുക്കട്ടെ. മെജോബറി കുറേ ഉണ്ട് ഗൈസ് ഫുഡിന്. ഓക്കെ, പെട്ടെന്ന് ടൈം ആയിക്കാൻ അത്രയും നല്ലത്. ഓക്കെ ഗൈസ്, അങ്ങനെ മെയിലായിട്ടുണ്ടെന്ന് ടൈം ആയിട്ടുണ്ട്. ഇവൻ്റെ പേര് ജർബുവ, നല്ല പേരാണ്. ഓക്കെ, ഇവ മറ്റേ നമ്മുടെ മേത്തേറിയിരിക്കും. ഞാൻ കണ്ടിട്ടുണ്ട് ഈ സാധനത്തിന്. ഇനിയിപ്പോൾ നമുക്ക് ഇവനെ ഇതെന്താ ഇത്? ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇവനെ ഗൈസ് കണ്ട മേത്തേറിക്ക് നോക്ക്. ഒരു മിനിറ്റ്, നിൽക്കുന്നുണ്ട് അവൻ. നോക്ക്, കൊള്ളാല്ലേ കാണാനായിട്ട്, നല്ല രസമുണ്ട് കേട്ടാ. ഇതെന്താ റൈറ്റ് സൈഡ് ടു മൗണ്ടാ? എന്താ കൊള്ളാളിതാ വാലൊക്കെ നോക്കുക. എൻ്റെ വലിയ വാലും വലിയക്കാട്ട് ചെവിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ നമുക്കിനി അടുത്ത പണി എന്താണ്? ഇത്തിരി ഫുഡ് കുക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതിന് കുറച്ച് ഫുഡ് എടുക്കട്ടെ ഞാൻ. ഫുഡ് മിക്കവാറും ഈ മൊത്തം ഫുഡ് എടുത്ത് കുക്ക് ചെയ്യാം ഗൈസ്. നമുക്ക് സ്പോയിൽ മീറ്റ് ആവാൻ നമുക്ക് പിന്നെ വെക്കാം. പിന്നെ ഞാൻ 100 ചെയ്ത് കൊണ്ടുവരാം സ്പോയിൽ മീറ്റ് ആവാനായിട്ട്. ഫുഡ് ഇപ്പോൾ ഇതെല്ലാം എടുത്തേക്കട്ടെ. പിന്നെ നമുക്ക് നമുക്ക് വുഡും വേണം. മിക്കവാറും ഈ എപ്പിസോഡ് തീരുന്നേക്കാളും പിന്നെ ഇവിടുത്തെ ഈ സ്ഥലത്തുള്ള എല്ലാ വുഡും ഞാൻ മുറിച്ചെടുക്കും മിക്കവാറും, എനിക്ക് അങ്ങനെ തോന്നല്. ഓക്കെ, നമുക്കങ്ങനെ വുഡും കിട്ടിയിട്ടുണ്ട്. നമുക്ക് നല്ല സ്പ്ലിറ്റ് ഹാഫ് കൊടുത്തിട്ട് സ്പ്ലിറ്റ് ഹാഫ് കൊടുക്കണം. 178 ഉണ്ട്, പകുതി വെച്ചിടാൻ പറ്റും. 100 ഒരെണ്ണത്തിലും 78 വേറെ ഒരെണ്ണത്തിലും ഇടാം. അപ്പോൾ ഫുഡ് ഇട്ടു, വുഡ് ഇട്ടു, ലൈറ്റ് ഫയർ. ഇതിനകത്തും നമ്മുടെ ഫുഡ് ഇട്ടു, വുഡ് ഇട്ടു, ലൈറ്റ് ഫയർ. ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ ആ പണിയും കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഈ അരുവിയിൽ അങ്ങോട്ടൊന്ന് പോയി നോട്ടെ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൂടെ വന്നതാണ്. കഴിഞ്ഞല്ല, നമ്മുടെ ആർക്കിൻ്റെ ജസ്റ്റ് ആ മാപ്പ് കളിച്ചപ്പോൾ നമ്മളിവിടെ വന്നതാണ് അല്ലേ. ഗൈസ്, ഇവിടെ മെറ്റൽ റോക്ക് ഉണ്ട് കേട്ടാ. കൊള്ളാം. ഇവനെ നമ്മുടെ ഷോൾഡറിൽ തന്നെ ഇക്കോട്ടെ, വെള്ളത്തിലാണെങ്കിലും
കൊള്ളവൻ എന്തായാലും വാലക്കെട്ട് ആടെ നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി നമുക്ക് ഡ്രസ്സ് പണിയണ്ടേ? അപ്പോൾ അതിനാദ്യം ഫൈബർ വേണം. അപ്പോൾ ഫൈബർ കുറച്ച് എടുക്കട്ടെ. ഫൈബറും പിന്നെ ഹൈഡ് നമ്മുടെ കയ്യിൽ അത്യാവശ്യം ഉണ്ടെന്നാണ് തോന്നുന്നത്. ഫൈബറും അല്ല ഹൈഡ് കുറേ ഉണ്ട് നമ്മുടെ കയ്യിൽ. അതിൻ്റെ ഉള്ളിൽ കാണാം ഹൈഡൊക്കെ, നോക്കട്ടെ കേട്ടാ. ഇതിൻ്റെ ഉള്ളിൽ കാണേണ്ടതാണ് ഹൈഡ്. ഇല്ല ഗൈസ്, ഹൈഡ് ഉണ്ടല്ല. ഓക്കെ, നമുക്ക് ഇന്ന് നമ്മുടെ ഡ്രസ്സ് മൊത്തത്തിൽ ഞങ്ങൾ ക്രാഫ്റ്റ് ആക്കാം. അപ്പോൾ ക്രാഫ്റ്റിൽ ഷർട്ട് പിന്നെ പാൻറ്റ് രണ്ടെണ്ണം ക്രാഫ്റ്റ് ചെയ്തട്ടാ. ഓക്കെ, ഷർട്ട് ക്രാഫ്റ്റായി. ഇനി വേണ്ടത് പാൻറ്റ് ക്രാഫ്റ്റ് ചെയ്തു. പിന്നെ തൊപ്പി, ചെരുപ്പ്, കയ്യിലിടുന്ന സാധനം എല്ലാം ക്രാഫ്റ്റ് ആയില്ലേ? ലെറ്റ്സ് ഗോ. ഇനിയിപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് തുടങ്ങാം. ഇനിയിപ്പോൾ തലയിൽ സാധനം ക്രാഫ്റ്റ് ആവും എല്ലാം. ഗൈസ്, നമുക്കൊരു 10 ലെവലായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് ലെവലപ്പോടെ കൂട്ടാൻ കേട്ടോ. ഓക്കെ, നമ്മുടെ എല്ലാ സാധനങ്ങളും നമ്മളങ്ങനെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് നമ്മൾ എക്യുപ്പ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഇത് ഫോട്ടോ കാണിച്ചു തരാം ഞാൻ. ഇപ്പം നമ്മൾ കുട്ടപ്പനായി കണ്ടില്ലേ? നമ്മുടെ മറ്റേ ജർബോവെ ഞാൻ നോക്ക് സൂപ്പറായി. അതാ നോക്കുന്നവൻ തമ്മിലെടുക്കാൻ കേട്ടോ. ഇവനെ വെച്ചിട്ട് നല്ല കിടിലം തമ്മിൽ കിട്ടും നമുക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് പരിപാടി എന്താ നോക്കട്ടെ. നെക്സ്റ്റിനൊന്നും ഇല്ലല്ലോ ഗൈസ് ചെയ്യാനായിട്ട്. നമുക്ക് ലെവൽ കൂട്ടണം. അപ്പോൾ ഞാൻ 300 ആയില്ലേ ഹെൽത്ത്. അപ്പോൾ ഞാൻ ഫുഡിനകത്ത് ഒരെണ്ണം കൂട്ടി, പിന്നെ വാട്ടറിനകത്ത് ഒരെണ്ണം. അയ്യോ, ഞാൻ ഓക്സിജൻ കൂട്ടിയത് ഗൈസ് ഇത്ര നേരം കിട്ടും. അപ്പോൾ ഫുഡും വാട്ടർ ഞാൻ കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഹെൽത്ത് ഒരു 150 ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് മൂവ്മെൻറ്റ് സ്പീഡ് കൂട്ടാം മൊത്തം. ഓക്കെ, നമ്മളങ്ങനെ മൂവ്മെൻറ്റ് സ്പീഡും കൂട്ടിയിട്ടുണ്ട്. ലെവൽ ഇപ്പോൾ എത്രയായി? ലെവൽ 30 ആയി. 38 കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പണിയേണ്ടത് നമ്മുടെ സ്മിത്തി പണിയാണ്. സ്മിത്തി അല്ലല്ലോ നമ്മുടെ സാധനോടല്ല. സ്മിത്തി പണിയേക്കാളും മുമ്പുള്ള എന്തായിരുന്നു? 4G പണിയാണ് നമ്മുടെ. അപ്പോൾ 4G കിട്ടി. അത് അൺലോക്ക് ആക്കി. പിന്നെ സ്മിത്തി അൺലോക്ക് ആക്കി. പിന്നെ മെറ്റൽ പിക്ക് അൺലോക്ക് ആക്കി. പിന്നെ ട്രാങ്കർസ് അൺലോക്ക് ആക്കി. നമ്മുടെ മറ്റേ ഇതുണ്ടായിരുന്നല്ലോ ഗൈസ്. ഇതെന്താ കൊടം ഗൈസ്? അതിനകത്ത് വേറെ എന്തൊക്കെ ഉണ്ട് കേട്ടോ. അതാ കൊടമൊക്കെ ഉണ്ട് ഇതിനകത്ത്. നമുക്ക് ഓയിൽ ജാറാ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. എല്ലാം നമുക്ക് നോക്കാം. നമ്മുടെ മാഗ്നിഫൈങ് ഗ്ലാസ് ഇത് മസ്റ്റാണത്. പിന്നെന്താണ് നമ്മുടെ മറ്റേ പുല്ലിച്ചെത്തി. ഓക്കെ, നമ്മുടെ മെറ്റൽ സിക്കിൾ. ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ ആവശ്യമുള്ള ബാക്കി സാധനങ്ങളും ഞാൻ അൺലോക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം നമ്മുടെ ഇത് പണിയണം. ഇതിൻ്റെ പേര് 4G പണിയണം. അപ്പോൾ അതിന് സ്റ്റോണും വുഡും മാത്രം മതി. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് സ്റ്റോണും വുഡും ഇതിനകത്ത് ഉണ്ടെന്ന് തോന്നട്ടെ. നോക്കട്ടെ, ഇതിനകത്ത് ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. നോക്കട്ടെ ഇതിനകത്ത്. ഇല്ല ഗൈസ്, ഇതിനകത്ത് ഫ്ലിൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്റ്റോണും വുഡും കളക്ട് ചെയ്തിട്ട് വരാം ഞാൻ. ലെറ്റ്സ് ഗോ. ആദ്യം നമുക്ക് ഇവിടുന്ന് സ്റ്റോൺ കുത്തിയെടുക്കുക. ഓക്കെ, നമ്മൾ സ്റ്റോണ് കുത്തിയെടുത്തു. ഓക്കെ ഗൈസ്, നമുക്ക് ആവശ്യമുള്ള അത്രയും സ്റ്റോൺ ആയിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് നമ്മുടെ സ്റ്റോറേജ് ബോക്സിൽ ഇട്ട് വെക്കണം. അല്ലെങ്കിൽ പിന്നെ ഇൻവെൻറ്ററി ഫുൾ ആയിക്കാനല്ലേ ഓടാനും പറ്റില്ല. ഓക്കെ, അങ്ങനെ അത് മൊത്തം നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് വുഡ്. അപ്പോൾ ഞാൻ പോയിട്ട് വീണ്ടും കുറച്ചധികം വുഡ് കളക്ട് ചെയ്യട്ടെ. വുഡ് കിട്ടി. ലെറ്റ്സ് ഗോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിക്കവാറും ഈ എപ്പിസോഡ് തീർന്നേക്കാളും പിന്നെ ഇവിടുത്തെ മരം മൊത്തം ഞാൻ വെട്ടിയെടുക്കും. എനിക്ക് ഈ ലൊക്കേഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. എൻ്റെ മുകളിൽ വീട് ഗൈസ്. അത് വീടാണത്, അല്ലെങ്കിൽ പാർക്കല്ല. അത് മുകളിൽ അത് പാർക്കല്ല തോന്നല്ലേ? ഓക്കെ, നമ്മളങ്ങനെ നമ്മുടെ സ്റ്റോണും നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. വുഡ് നമ്മൾ കളക്ട് ചെയ്തു. ഇനി ഓരോന്നായിട്ട് നമുക്ക് എടുക്കാം. നമുക്ക് ഫൈബർ വേണം. ഫൈബറായി. പിന്നെ വേണ്ടതിന് ഫ്ലിൻറ്റ് വേണം. അതായി. ഇനി വേണ്ടത് നമ്മുടെ ഹൈഡ് വേണം. അതുമായി. ഇനി വേണ്ടത് നമ്മുടെ സ്റ്റോൺ വേണം. അതായി. സ്റ്റോൺ ആയില്ലേ? സ്റ്റോൺ വേണമല്ലോ ഇനി. ഓക്കെ, നമ്മൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ ഒരെണ്ണം മതി. ഇനിയിപ്പോൾ മെറ്റലൊക്കെ കുത്തിയെടുത്ത് ഒരു അത്യാവശ്യം നല്ല ടൈം ആവും. ആകെ 2 മെറ്റലുള്ളൂ ഇപ്പോൾ നമ്മുടെ കയ്യിൽ. ഇനി മെറ്റൽ പോയി കളക്ട് ചെയ്യണം. അതാണ് നെക്സ്റ്റ് പരിപാടി. അയ്യോ. ഓക്കെ, നമ്മുടെ 4G നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പോയിട്ട് നമുക്ക് ഗൈസ് ഇവിടെ 2 മെറ്റൽ. അയ്യോ, ഇനിയിപ്പോൾ ഇവിടെ എങ്ങനെ ആക്സസ് ചെയ്യും നമുക്ക് 4G കുറച്ചും കൂടെ ഇങ്ങോട്ടേക്കൊന്ന് നീക്കി വെക്കട്ടെ, അല്ലെങ്കിൽ ശരിയാവില്ല. പിക്ക് ചെയ്തത് ഒന്ന് ഇപ്പുറത്തോട്ടാക്കി വെക്കുക 4G, അല്ലെങ്കിൽ ചിലപ്പോൾ ആക്സസ് ചെയ്യാൻ പറ്റില്ല ഈ സാധനം. നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് ബോക്സ് ഉണ്ട്, അപ്പോൾ അത് ആക്സസ് ചെയ്യണമല്ലോ. അപ്പോൾ 4G ഇവിടെ കുഴപ്പമില്ല കേട്ടോ, ഇവിടെ ഇങ്ങനെ നിന്നോളൂ ആൾ. ഓക്കെ, ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് മെറ്റൽ കയറാൻ പറ്റുന്നുണ്ടോ? കുഴപ്പമില്ല, നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, മെറ്റൽ എടുത്തു, വുഡ് എടുത്തു. ഇനി ഇത് രണ്ടും ഇതിനകത്ത് ഇട്ട് കൊടുക്കണം, എന്നിട്ട് അത് അവിടെ കിടന്ന് കത്തട്ടെ. അപ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടി നമ്മുടെ 5 ഇത് വേണം, നമുക്ക് മെറ്റൽ വേണം. അപ്പോൾ ഞാൻ പോയിട്ട് കുറച്ചുകൂടെ ഒന്ന് മെറ്റലൊന്ന് സംഘടിപ്പിക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇത് ഇത്രയും ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരെണ്ണോടെ മതി. നമ്മുടെ ഒരു മെറ്റലും കൂടെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്മിത്തി പണിയാം. സ്മിത്തി പണിയാനായിട്ട് ബാക്കി 20 ഹൈഡ്, 50 സ്റ്റോൺ, 30 വുഡ്. ഓക്കെ, അപ്പോൾ 20 ഹൈഡ് എടുക്കട്ടെ. ഓക്കെ, 20 ഹൈഡ് എടുത്തു. പിന്നെ സ്റ്റോൺ എടുത്തു. സ്റ്റോൺ എടുക്കട്ടെ. പിന്നെ നമ്മുടെ വുഡും എടുത്തു. വുഡ് ഇല്ല ഗൈസ്, വുഡ് തീർന്നു പോയി കേട്ടോ. വുഡ് അപ്പോൾ ഞാൻ പോയിട്ട് വുഡ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാമല്ലേ, ഇതിൽ നിന്ന് കുറച്ച് എടുക്കാം വുഡ് നമുക്ക് പോരെ. എന്നിട്ട് ബാക്കി 9 അതിനകത്തോട്ട് ഇട്ട് വെക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സാധനം ക്രാഫ്റ്റ് ചെയ്യാം. നമ്മുടെ സ്മിത്ത് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. ലെറ്റ്സ് ഗോ.
ഈ സ്മിത്തോട് വെച്ചിട്ട് നമുക്ക് എന്തായാലും നിർത്തിയാലോ പയ്യെ. പോരെ, ഇത്രയും പോരെ. നമുക്ക് കണ്ടിട്ട് ബാക്കി നെക്സ്റ്റ് എപ്പിസോഡ് ക്രാഫ്റ്റ് ചെയ്യാം. നമുക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ നെക്സ്റ്റ് എപ്പിസോഡ് ചെയ്യാം. അതുപോലെ നെക്സ്റ്റ് എപ്പിസോഡ് ഞാൻ എന്തായാലും ലെവലൊക്കെ കൂട്ടി വെക്കും. ചുമ്മാ മരമൊക്കെ കൊത്തിക്കാൻ ലെവൽ പെട്ടെന്ന് കൂടുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡ് ഞാൻ എന്തായാലും കുറച്ചുകൂടെ ലെവൽ ഞാൻ ഫുള്ളാക്കി വെക്കും ഗൈസ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ എന്തായാലും ഇവിടെ വെച്ച് നിർത്തണേണ്. പോരെ, ഇത്രയും ഇന്ന് അത്യാവശ്യം അരമണിക്കൂറിൻ്റെ അടുത്ത് ആയിപ്പ, അത്യാവശ്യം കുഴപ്പമില്ല. ഇത് മതി, തൽക്കാലത്തേക്ക് ഇത് മതി ഗൈസ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ എന്തായാലും ഇവിടെ നിർത്തണേ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. നമ്മളിപ്പോൾ തന്നെ ലെവൽ 42 നമ്മൾ ഇന്ന് തുടങ്ങിയുള്ളൂ. ലെവൽ 42 നമ്മൾ. ഞാൻ മിക്കവാറും അടുത്ത എപ്പിസോഡ് ആകുമ്പോഴേക്കും ഞാൻ ഫുള്ള് ലെവലാക്കി വെക്കും. 105 മാക്സ് ലെവൽ. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡ് വരുമ്പോഴേക്കും ഞാൻ മൊത്തം ഫുള്ളാക്കി വെക്കും. കാരണം നമ്മളിപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഈ വുഡൊക്കെ ചെത്തിയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ലെവലപ്പ് ആകാൻ കണ്ടില്ല. ഇപ്പോൾ ഒരു ലെവലായി പെട്ടെന്ന് ലെവലപ്പ്, അതുകൊണ്ട് വലിയ സീനില്ല. അപ്പോൾ ഗൈസ് ഇന്നത്തെ എപ്പിസോഡ് നോക്ക്, ഞാനും ഇവനും കൂടെ നിൽക്കട്ടെ, ഞങ്ങൾ രണ്ടുപേരും നിൽക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ എന്തായാലും ഇവിടെ ചേർത്താണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കമൻസ് ഒക്കെ ഇടുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ബൈ. നമ്മുടെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ജർബോവ. കൊള്ളാമല്ലേ? നല്ല നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഗൈസ് ബൈ ബൈ.